ഇപ്പം ലുലുമാള് ഞാനാണ് നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുകയില്ല, പകരം ആ പൈസയും കൂടെ ആ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ. ഒരു വർഷം പാർക്കിംഗ് ഫീ ഇനത്തിൽ എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിനെ ഓരോ പ്രോഡക്റ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിലയിട്ടാൽ പ്രശ്നം തീർന്നില്ലേ? ചിലപ്പോൾ 50 പൈസയെ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് കൂടുള്ളൂ. മറ്റ് സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഹോട്ടൽ നടത്തുമ്പോൾ നിങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി മേടിക്കുന്ന സ്ഥലത്തിന്റെ നിരക്കൂടെ കൂട്ടിയതല്ലേ നിങ്ങളുടെ ഹോട്ടൽ മുറിയുടെ വാടക അല്ലേ? ഈ ബോധം കസ്റ്റമർക്ക് ഉണ്ടായാൽ മതി. ഞാൻ പല സ്ഥാപനങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിനുള്ള ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മാസികകൾ അച്ചടിച്ച് വിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം എനിക്കുണ്ട്. 1200 ഏജന്റുമാർ, 100-300 സ്റ്റാഫ്. ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനവീയ പിള്ളകളിയൊന്നുമല്ല. മൂത്രം മണക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പുരോഗതി പ്രാപിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക. വൃത്തിയുള്ള ഭക്ഷണം യാത്രക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് ഉറപ്പ് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ വികസിച്ച നാടെന്ന് നമുക്ക് പറയാൻ പറ്റുക. അതില്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? എല്ലാ കുട്ടികളുടെയും മനുഷ്യൻ്റെയും ജീവിതത്തിലെ സുപ്രധാന എലമെൻ്റായി ഇത് മാറിയ സ്ഥിതിക്ക് ഇതിനെ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണമെന്നും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെ തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കേണ്ട ഒരു പാഠമെങ്കിലും 12ാം ക്ലാസ് വരെ വേണ്ടതല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിതി. 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഒരു 3 ജീൻസ് മതി, പരമാവധി ഒരു 7 ടീഷർട്ട് മതി. ഞാൻ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എന്റെയാണ്. അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. ഞങ്ങളുടെ റാപ്പിഡ് ഫയർ റൗണ്ടിൽ സർ 10 തൊട്ട് 20 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തന്ന ഇതാണ്. കാരണം അവരെല്ലാവരും പറഞ്ഞ പോലെ ലേബർ ഇന്ത്യ ആണെങ്കിലും ഒരുപാട് സഫാരിയുടെ ഷോസ് എല്ലാം കാണുന്നവരാണ്. സാറിനെ കുറച്ച് പേഴ്സണലി ഉള്ള കാര്യങ്ങളും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സാർ എന്ന ഇത്രയും അവിദ് ട്രാവലറിൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞു മക്കളാണ് സാറിന് ആ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ സീറ്റ് ഓർ ഐൽ? വിൻഡോ സീറ്റാണോ സാർ ഒരു ഫ്ലൈറ്റിൽ കയറിയ അല്ലെങ്കിൽ ബസ്സിൽ കയറിയ വിൻഡോ സീറ്റാണോ കൂടുതൽ പ്രിഫർ ചെയ്ത, ഐൽ സീറ്റാണോ കൂടുതൽ പ്രിഫർ ചെയ്യുക? വിൻഡോ സീറ്റ്. വിൻഡോ സീറ്റ്. സൂപ്പർ. സ്ട്രീറ്റ് ഫുഡ് ഓർ ഫൈൻ ഡൈനിങ്? സ്ട്രീറ്റ് ഫുഡ്. സ്ട്രീറ്റ് ഫുഡ്. ഏറ്റവും നല്ല ഒരു സ്ട്രീറ്റ് ഫുഡ് ഓർമ്മ ജസ്റ്റ് ഒരു ഡിഷിന്റെ പേരായാലും മതി സാർ. ഡിഷിന്റെ പലതിന്റെ പേര് ഓർമ്മയില്ല. സ്ട്രീറ്റ് ഫുഡിൽ പലതിനും പേരില്ലല്ലോ. ഇല്ല, കറക്റ്റ്. സ്ട്രീറ്റ് ഫുഡിൽ പലതിനും പേരൊന്നുമില്ല. ആ നാട്ടിലെ ആ കുക്കിന് മനസ്സിൽ തോന്നുന്ന സാധനം എല്ലാം കൂടി ഇട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അത് ഭയങ്കര അമേസിംഗ് ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ. ചെക്ക് ഇൻ ബാഗ്സ് ഓർ ക്യാരി ബാഗ്സ്? ക്യാരി ബാഗ്സ്. ക്യാരി ബാഗ്സ്. ചെക്ക് ഇൻ അധികം ഉണ്ടാവാറില്ലേ സാർ? ഒരിക്കലും ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ചെക്ക് ഇൻ ബാഗ്സ് സാറിനില്ല? എൻ്റെ ഒരു യാത്രയിലും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇതെത്താനാണ്, ഈ ചെക്ക് ഇൻ ബാഗ്സ്. എത്താൻ മാത്രമല്ല, കയറ്റിവിടാനും വരും. കയറ്റിവിടാനും. എനിക്കൊന്ന് സാർ ആ സമയം കൂടി സാർ എനിക്കൊന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാര്യങ്ങൾ. സമയം സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. അപ്പം സാർ ഒരു യാത്രയിൽ സാർ എത്ര ജോഡി, ഇപ്പോൾ ഒരു 30-40 ദിവസം നിലനിൽക്കുന്ന ഒരു യാത്രയിൽ? ഞാൻ 40 ദിവസത്തേക്ക് യാത്ര ചെയ്യാറില്ല. ഞാൻ പരമാവധി ഒരാഴ്ചത്തേക്ക് പോകാറുള്ളൂ. കാരണം എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ വന്നിട്ട്. ഇപ്പൊ സാർ അന്റാർട്ടിക്കൊക്കെ ഇൻ 1 വീക്ക് സാർ കവർ ചെയ്തു. മൈ ഗോഡ്. വന്നല്ലേ 10 ദിവസം എടുത്തു. എന്നാലും സാർ അത് അങ്ങനെ ഒരു 10 ഡേയ്സ് യാത്രയ്ക്ക് സാർ എത്ര ഡ്രസ്സസ് വരെ ക്യാരി ചെയ്യും? അപ്പം നമുക്ക്, കാരണം എനിക്ക് സാർ ചെക്ക് ഇൻ ബാഗ്സ് എന്ന് പറഞ്ഞപ്പോൾ, ക്യാരി ഓൺ ബാഗ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഒരു 3 ജീൻസ് മതി, പരമാവധി ഒരു 7 ടീഷർട്ട് മതി. ഓക്കെ. പിന്നെ അനുബന്ധ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ലേഡീസിന് വലിയ ബാഗ്സ് വരാറുണ്ട് സാർ. ഇപ്പം ഞാനും ഹസ്ബൻഡും ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എൻ്റെയാണ്. പുള്ളിക്കാം 3ാമത്തേൽ ഒരു ചെറിയ സ്പേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കോസ്മെറ്റിക്സ്, നമ്മുടെ സൺ ടാൻ പ്രോബ്ലം, സൺസ്ക്രീൻ, ഇതെല്ലാം നമ്മൾ അവെയർ ആയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എടുക്കും. സാർ അപ്പോൾ ഇത്രയും മിനിമലായിട്ട് വെറും ക്യാരി ഓൺ ബാഗ്സുമായിട്ട് പോകുമ്പോൾ? അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. കറക്റ്റ്. ഞങ്ങൾ സ്ത്രീകൾക്ക് എവിടെയോ എന്തോ അതിലൊരു പ്രശ്നമുണ്ട് സാർ. എന്തായാലും സൂപ്പർ. ട്രാവൽ ആപ്പ് ദാറ്റ് യു കാൺട്ട് ലിവ് വിത്തൗട്ട് സർ? ഒറ്റ ട്രാവൽ ആപ്പ് എന്തെങ്കിലും സാർ ഫോണിൽ? എനിക്ക് വേണ്ട ട്രാവൽ ആപ്പല്ല, ഇപ്പോൾ സ്കൈ സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്പ്. സ്കൈ സ്കാനർ. ഞാൻ എൻ്റെ യാത്രയ്ക്കുള്ള ഫ്ലൈറ്റുകളുടെ കണക്ടിവിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്നതിനകത്താണ്. സ്കൈ സ്കാനർ ആണ് ഒബ്വിയസ്ലി നമ്മുടെ ഫ്ലൈറ്റ്സ് നോക്കുന്നത്. വേർസ്റ്റ് ജെറ്റ് ലാഗ് എക്സ്പീരിയൻസ്, വേർസ്റ്റ് ജെറ്റ് ലാഗ് സാറിന്, അതായത് എണീക്കാൻ പോലും പറ്റാതെ ജെറ്റ് ലാഗിൻ്റെ ടു ദ എക്സ്ട്രീം സാറിന് തോന്നിയത്? എനിക്ക് വന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടേ ഇല്ല. കാരണം നമ്മൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്നതാണ് ഏറ്റവും കൂടിയ ദൂരം. അവിടെ ചെന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ നമുക്ക് പണിയെടുത്തല്ലേ പറ്റൂ. കറക്റ്റ്. ജോലിക്കല്ലേ പോകുന്നേ, അപ്പം വിശ്രമിക്കാനല്ലല്ലോ. അപ്പോൾ നമ്മൾ വിമാനത്തിലിരുന്ന് അങ്ങ് ഉറങ്ങും, ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഉറങ്ങും. എന്നിട്ട് ലാൻഡ് ചെയ്ത ആ നിമിഷം മുതൽ നമ്മൾ പണി വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ആൻഡ് പ്ലെയിൻ, ട്രെയിൻ ഓർ റോഡ്?
റോഡാണോ, പ്ലെയിൻ ആണോ, ട്രെയിൻ ആണോ? റോഡ്. റോഡ്. നൈസ്. എപ്പോഴെങ്കിലും സന്തോഷ് സാറ് ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അബ്രോഡ് ട്രാവൽസ് നടത്തിയ ഒരാൾ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല. എന്ത് സ്കിമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് സാറിൻ്റെ അത് കാണിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പോലും മിസ് അത് ചെയ്തിട്ടില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറില്ല. കാരണം വിമാനം മിസ് ചെയ്യുന്ന ഒരുത്തം പിന്നെ എന്തിനാ യാത്ര ചെയ്യുന്നത്? അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞ അത് വലിയ എന്തോ ഒരു സംഭവം പോലെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾ സാധാരണ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്സ് നിരന്തരം നമ്മൾ മിസ് ചെയ്യുമായിരുന്നു സാർ. എനിക്ക് തോന്നുന്നു ആ സീരിയസ്നെസ് സാറൊക്കെ ഇപ്പോൾ പറയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് വേണം. ജീവിതത്തിൽ ആ ഡിസിപ്ലിനാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പോകുന്ന രാജ്യങ്ങളിൽ നിന്ന് ഭാര്യയ്ക്കോ സോൺസി ചേച്ചിക്കോ മക്കൾക്കോ വേണ്ടി എന്തെങ്കിലും സാർ മറക്കാതെ ഒരു സുവനീർ പോലെ എന്തെങ്കിലും ക്യാരി ഓൺ ചെയ്യാറുണ്ടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്? മെറ്റീരിയൽ അങ്ങനെയൊന്നും കൊണ്ടുവരാറില്ല. പിന്നെ വളരെ അപൂർവമായി ചില സാധനങ്ങൾ കാണുമ്പോൾ എൻ്റെ വൈഫിനോ കുട്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന് തോന്നുന്ന ചില സാധനം അപൂർവമായിട്ട് വല്ലപ്പോൾ വാങ്ങിച്ചെങ്കിലുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ വാങ്ങിക്കുന്ന ഒരു 2-3 ചോക്ലേറ്റ്സ് വാങ്ങും. എൻ്റെ വൈഫിന് ഇഷ്ടമുള്ള ചില ചോക്ലേറ്റ്സ് ഉണ്ട്, അത് 2-3 എടുത്ത് ബാഗിനകത്ത് ഇട്ടിരിക്കും. അത് മിക്കവാറും തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ നിന്നായിരിക്കും വാങ്ങുക. സൂപ്പർ. ഇനി സിദ്ധാർത്ഥിന് ഒരു ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ട് നമ്മുടെ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നാണ്. ആൻഡ് സിദ്ധാർത്ഥ്, യെസ് സിദ്ധാർത്ഥ്. ഹായ് സർ, എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഒരു മീഡിയ ഫേം തുടങ്ങണം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വലിയൊരു ഫേമിൻ്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സാധാരണ മീഡിയ ഫേംസിനെല്ലാം പരസ്യങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും. പക്ഷേ പരസ്യങ്ങൾ പലപ്പോഴും ഒഴിവാക്കിക്കൊണ്ടുള്ള സാറിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ശരിക്കും സാറിൻ്റെ ക്യാപിറ്റൽ എന്താണ്? സഫാരിയുടെ ഒരു ക്യാപിറ്റൽ എന്താണ്? സഫാരിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ സഫാരി ചാനൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കുറേ ആളുകളെയൊക്കെ ചേർത്ത് ഈ പരിപാടി തുടങ്ങി, ഈ ആളുകൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾ ആ പ്രസ്ഥാനം പൂട്ടേണ്ടി വരുമോ? ഞാൻ തീരുമാനം എടുക്കുമില്ല. എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുണ്ട്. സഞ്ചാരം എന്ന് പറയുന്ന ഞാൻ തന്നെ തുടങ്ങിയ പരിപാടി, ഒറ്റയ്ക്ക് തുടങ്ങിയ പരിപാടി കൊണ്ട് ആരംഭിച്ച സാധനമാണ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആളുകളെ ആശ്രയിക്കാതെ ഒരു ചാനൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് ഇന്നത്തെ കാലത്ത് വളരെ കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും എപ്പോഴെങ്കിലും ഈ പറഞ്ഞൊരു ക്യാപിറ്റൽ ഇങ്ങനെ നമുക്ക് വേണ്ട അത്രയും ബഡ്ജറ്റ് കയ്യിൽ നമുക്കിപ്പോൾ ഇല്ലല്ലോ, എന്നാലും നമുക്കൊരു പരസ്യത്തിലേക്ക് ആലോചിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? വന്നിട്ടില്ല. സഫാരിക്ക് ഇൻകം ഉണ്ട്, പരസ്യമല്ലാതെ ഇൻകം ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി. സൂപ്പർ. താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ്. അധ്വാനിക്കാനുള്ളൊരു മനസ്സ് അത് തന്നെയാണ് നമ്മുടെ മുന്നിൽ സാറ് കാട്ടി തന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് സാർ വീഡിയോ വാളിലേക്ക് പോവാണ്. ഇത്രയും സാറ് ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്. എയർപോർട്ട്സിൽ സാർ ഇരുന്നിട്ടുണ്ട്. സാർ എല്ലാ എയർപോർട്ടിലും ചെന്നാലും ചെയ്യുന്ന ദാറ്റ് വൺ എയർപോർട്ട് റിച്വൽ, ചിലപ്പോൾ ഒരു കോഫി കുടിക്കുന്നതാകാം, വളരെ ലൈറ്ററായിട്ട് സാർ എല്ലാ എയർപോർട്ടിൽ ചെന്നാലും അത് സാധാരണ റൊട്ടീൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ചടങ്ങ് തീർക്കലൊന്നുമില്ല. കാരണം എനിക്ക് ഷോപ്പ് ചെയ്യാനൊന്നുമില്ല കാര്യമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, റിട്ടേൺ യാത്രയാണെങ്കിൽ ഏറ്റവും തൊട്ട് മുമ്പത്തെ എയർപോർട്ടിൽ നിന്നായിരിക്കും ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങുക. ഇപ്പം ഞാൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അമേരിക്കയിലെ എയർപോർട്ടിൽ നിന്ന് 1 കിലോ ചോക്ലേറ്റ് മേടിച്ച് ചുമക്കേണ്ട കാര്യമില്ലല്ലോ. കറക്റ്റ്. അത് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് മേടിച്ചാലും പോരെ. അപ്പോൾ അങ്ങനെ പ്രായോഗികമായിട്ട് ഞാൻ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളാണ്. ഒരേ ബ്രാൻഡ് സാധനം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിലും കിട്ടുമെങ്കിൽ അത് ഇവിടുന്ന് മേടിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർപോർട്ടുകളിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഞാൻ പോകാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എയർപോർട്ടിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ ആ ലോഞ്ചിൽ ആക്സസ് ചെയ്യും. ലോഞ്ചിൽ പോയിരുന്ന് തിരിച്ച് ഓഫീസിൽ ചെന്നാൽ, മടക്കയാത്രയിൽ ചെന്നാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും. അവിടെ ഇരുന്ന് എഴുതും ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഇരുന്ന് ചിന്തിക്കാം നമുക്ക്. ഞാൻ പല സ്ഥാപനങ്ങൾ ഒരേ സമയം ചെയ്യുന്നയാളാണ്. ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മാസികകൾ അച്ചടിച്ച് വിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം എനിക്കുണ്ട്. അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് എന്നെപ്പോലെ ഒരു 10 പേരുണ്ടെങ്കിൽ നടത്താവുന്ന ഒരു സംരംഭം. അത് ഞങ്ങൾക്ക് 1200 ഏജൻറ്റുമാരുണ്ട്. 1200 ഏജൻറ്റുമാർ, 100-300 സ്റ്റാഫ്. ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനവീയ പിള്ളകളിയൊന്നുമല്ല. ഒരു വ്യവസായി ചെയ്യേണ്ട എല്ലാ ജോലിയും റിസ്ക്കും ടെൻഷനും എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം സൊല്യൂഷനാണ്. അല്ല ഞാനൊരു ലോകയാത്ര നടത്തുന്ന ഒരു ട്രാവൽ ബ്ലോഗറല്ല. ഞാനൊരു വ്യവസായിയാണ്. 100-300 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന, അത്രയും ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന, 1000 ചില്ലുവാന ഏജൻറ്റുമാരുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം നടത്തുന്നു. ഒപ്പം ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ടൊരു ട്രാവൽ കമ്പനി നടത്തുന്നു. എല്ലാ മാസവും 2 ഇൻ്റർനാഷണൽ ടൂറുകളെങ്കിലും മിനിമം പോയിക്കൊണ്ടിരിക്കുകയാണ്. 40-30 പേരുള്ള സംഘങ്ങൾ. ഇപ്പോൾ ഓൾറെഡി ഒരു ടീം ചൈനയിലുണ്ട്, മംഗോളിയയിലുണ്ട്. ഈ നാളെ മറ്റൊരു ടീം അതേ റൂട്ടിലേക്ക് വീണ്ടും പുറപ്പെടുകയാണ്. അപ്പോൾ 1, 2, 3 ടൂറുകൾ. അപ്പോൾ ഇത്രയും ആളുകളുടെ ട്രാവൽ, അവരുടെ വിസ പ്രോസസ്സ്, ഇതെല്ലാം നടക്കുന്ന ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നു. സഫാരി ചാനൽ
24 മണിക്കൂറും പ്രോഗ്രാം പോകുന്ന ഒരു ചാനൽ, അതിൻ്റെ സാറ്റലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, സാറ്റലൈറ്റിൻ്റെ ട്രാൻസ്പോർട്ടർ എടുക്കുന്ന സംവിധാനങ്ങൾ, ഏഷ്യാനെറ്റോ 24 ചാനലും ഒക്കെ നടത്തുന്ന അതേ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റിയും അതേ ട്രാൻസ്പോണ്ടറും എല്ലാം സെയിം ആണ്. അപ്പം 3 സ്ഥാപനങ്ങൾ, ഇത്രയും വിപുലമായ സ്ഥാപനങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു മനുഷ്യൻ, ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആരും ആ കൂടെ ഇപ്പം പ്രവർത്തിക്കുന്നില്ല. എൻ്റെ മോള് പയ്യെ ഇതിൻ്റെ ചില ഭാഗമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, എന്തുമാത്രം കാര്യങ്ങളുണ്ട്. ഓരോ നിമിഷവും ഈ ഫോണിലേക്ക് മെസ്സേജസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. സാറേ ഇന്ന് ഇത്ര രൂപയുടെ ബിസിനസ് കൂടുതൽ നടന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അനുവദിക്കാറില്ല. എനിക്ക് വരുന്ന മെസ്സേജ്, സാറേ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ പേപ്പർ നമുക്ക് റോ മെറ്റീരിയൽ ന്യൂസ് പ്രിൻ്റാണ്, ഈ ന്യൂസ് പ്രിൻ്റ് ഇന്ന് 3 ലോഡ് വരാമെന്ന് പറഞ്ഞ പേപ്പർ ഇന്ന് 2 ലോഡേ വന്നിട്ടുള്ളൂ, നമ്മുടെ പ്രൊഡക്ഷൻ ഡിലേ ആയി, എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എൻ്റെ സ്റ്റാഫിൽ നിന്ന്. അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കല എൻ്റെ ജോലി. അപ്പോൾ സഞ്ചാരം എന്ന് പറഞ്ഞൊരു സാധനം എല്ലാം മറന്ന് ഞാനങ്ങ് പോവുകയല്ല. അവിടെ എൻ്റെ ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഡെയിലി ബ്രീഫിംഗ് വരും. എനിക്ക് ഡെയിലി HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ബ്രീഫിംഗ് വരും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഫണ്ട് റിക്വയർമെൻറ്റ് വരും, അത് വലിയ പാർട്ടികൾക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഇത് ഇത്തരം പരിപാടിക്ക് എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ ഏതോ ഒരു വ്ളോഗ് ചെയ്യുന്ന, ലോകം മുഴുവൻ ഏത് നേരവും തെണ്ടി നടക്കുന്ന ഒരു പണിയില്ലാത്തൊരുത്തനാണ് അല്ല. ഞാനൊരു അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. ആ സംരംഭം വിജയകരമായിട്ട് ഇത്രയും കൊല്ലമായിട്ട് നടത്തുന്ന ഒരാളാണ് ഞാൻ ബാങ്ക്രപ്റ്റ് ആകാത്ത ഒരു ബിസിനസ്സുകാരനാണ്. സഫാരി ചാനൽ പരസ്യമില്ല നടത്തുന്ന പറഞ്ഞാൽ അത് പൊട്ടിത്തകർന്ന് ഞാൻ പറമ്പ് വിട്ടിട്ടല്ല അത് ചെയ്യുന്നത്. ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതിനൊരു ബിസിനസ് പ്ലാൻ എനിക്കുണ്ട്. ആ ബിസിനസ് പ്ലാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് 12ാമത്തെ കൊല്ലം സഫാരി വിജയകരമായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പൈസ എടുത്ത് മറ്റൊരു സ്ഥാപനം റൺ ചെയ്യാറില്ല. ഓരോ സ്ഥാപനവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് സാർ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ. ശരിക്കും സാർ നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയ ബിസിനസ്മാൻ എന്നൊന്നും ഞാൻ എന്നെക്കുറിച്ച് പറയില്ല. പക്ഷെ ഞാൻ പരാജയമല്ല. ഞാൻ തുടങ്ങിയ സംരംഭങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇന്ന് പറ്റുന്ന അത്രയും സ്ഥാപനങ്ങൾ വിജയകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിന് കഠിനമായ അധ്വാനവും കൃത്യമായ പ്ലാനിങ്ങും സഹായിച്ചിട്ടുമുണ്ട്. അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് വേണമെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ പ്രതിഭാശാലിയായ ഒരാൾ അവിടെ ഇരുന്നെങ്കിൽ ആയേനെ. അല്ല, സാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ്, ഒരു പെർസീവറൻസ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്. സോ നമ്മുടെ കേരളത്തിലുള്ള ഒരു യങ് ഓൺട്രപ്രണറോട് അവർക്ക് വിജയിക്കണമെങ്കിൽ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? ഫോക്കസ്ഡ് ആവുക, ഡിസിപ്ലിൻഡ് ആവുക. ഈ 2 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പലർക്കും ഫോക്കസ് ഇല്ല. എൻ്റെ ബിസിനസ് ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? 2 ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിനും വ്യക്തിപരമായ ഡിസിപ്ലിനും ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് മുമ്പേ ആദ്യം ചോദിച്ചല്ലോ സുഹൃത്തുക്കൾ എത്രയുണ്ടെന്ന്. ഇപ്പോൾ കണ്ടമാന സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കളുടെ ഒപ്പമുള്ള ഒരു ജീവിതവും ആസ്വാദനവും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം അവർക്ക് വേണ്ടി സമയം ഞാൻ മാറ്റണ്ടേ. ആ സമയം എൻ്റെ ഉള്ള സമയത്തിൽ നല്ല എടുത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ സമയവും കൂടെ എൻ്റെ ഈ സംരംഭങ്ങൾക്കും അവിടെ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചെലവഴിക്കാനും അതിനുവേണ്ടിയുള്ള പ്ലാനിങ്, ചിന്തകൾ, ആശയരൂപീകരണം, നടപ്പാക്കലിനുള്ള ഫോളോ അപ്പ്, ഇത്തരം കാര്യങ്ങളിൽ മുഴുകുന്നു. അപ്പോൾ ഡിസിപ്ലിൻ, ഫോക്കസ്, ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ചിലർ വരുന്ന കാശെല്ലാം എടുത്ത് വേറെ കാര്യങ്ങൾക്ക് മറിക്കും. ഞാനൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങിയപ്പോഴും എൻ്റെ നിലവിലുള്ള ഒരു സ്ഥാപനത്തെ അത് ബാധിച്ചില്ല. കാരണം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എനിക്കുണ്ട്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മറ്റു സ്ഥാപനം പൂട്ടിപ്പോയേനെ. ഒരു ചാനലിന് കാശ് കൊടുക്കാൻ മാത്രമൊന്നും ലേബർ ഇന്ത്യയുടെ ലാഭമില്ല. ലേബർ ഇന്ത്യ ആയിട്ട് വിട്ടു, സഫാരിയെ സഫാരി ആയിട്ട് വിട്ടു. ഓരോന്നും സഞ്ചാര എക്സ്പ്ലോറേഷൻസ് ആയിട്ട് പോകുന്നു. ഇതിന് 3നും പോകാനുള്ള പണം അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി. എല്ലാത്തിലും അത്യാവശ്യം മിനിമം ലാഭം ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. മിനിമം ലാഭം ഇല്ലാതെ ഒരു സ്ഥാപനം നടത്തുന്നതിൽ അർത്ഥവും ഇല്ല. അമിത ലാഭവും അത്യാഗ്രഹവും ഉണ്ടാകാതിരുന്നാൽ മതി. സൂപ്പർ. അല്ല, ഇത്രയും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിൽ നിന്ന് അനുപ്രിയ എന്താണ് സാറിനോട് ചോദിക്കാനുള്ളത്? സർ, കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ നിന്ന് അഴുകിയ ഭക്ഷണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു സർവീസായിരുന്നു വന്ദേ ഭാരത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ റിപ്പോർട്ടിൽ ഞാൻ കണ്ടത്, അതായത് തിരുവനന്തപുരത്തെ റെയിൽവേ ഡിവിഷനിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ തസ്തിക 1 വർഷമായിട്ട് വേക്കൻ്റായി കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഒരു ദീർഘദൂര സർവീസിന് ട്രെയിൻ ചൂസ് ചെയ്യാൻ നമുക്കുള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന മോശപ്പെട്ട ഭക്ഷണമാണ്. ഇപ്പോൾ വന്ദേ ഭാരതിലും ആ മോശപ്പെട്ട ഭക്ഷണമാണ് ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ട്രെയിനിൽ നിന്ന് വൃത്തിയും ശുദ്ധിയുമുള്ളൊരു ആഹാരം കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുമോ സർ? ഇത് നയിക്കുന്ന ആളുകളും നയിക്കപ്പെടുന്ന ജീവനക്കാരും ഡിസിപ്ലിനുള്ള, വീക്ഷണമുള്ള, കാര്യനിർവഹണത്തിൽ എഫിഷ്യൻസിയുള്ള ആളുകളായി മാറിയെങ്കിലേ സാധ്യമാകുള്ളൂ. ലോകത്തെ എല്ലാ മനുഷ്യരും, എല്ലാ റെയിൽവേ സംവിധാനങ്ങളും ഇങ്ങനെയല്ല.
എത്രയോ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് മറ്റ് പല രാജ്യങ്ങളിലെയും സംവിധാനങ്ങൾ നടക്കുന്നത്. അവരെയും ഈ അച്ചടക്കത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഏറ്റവും അലമ്പന്മാരായി മാറുന്ന രാജ്യക്കാരുമാണ് അതൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാൻ, രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഏറ്റവും ക്രൂരമായി അവർ കീഴടക്കിയ നാടുകളിലെ ജനങ്ങളോട് ഇടപെട്ട ഒരു രാജ്യം ജപ്പാനായിരുന്നു. മനസ്സിലായില്ലേ? ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവരെ കീഴടക്കിയ നാടുകളെല്ലാം കൊന്നൊടുക്കിയത്. ഏറ്റവും ക്രൂരമായ ആളുകളോട് പെരുമാറിയ ഒരു ജനസമൂഹം. എന്നാൽ ഇന്ന് നിങ്ങൾ ജപ്പാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറാൻ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ, നിങ്ങളെ താണ് തൊഴുത് കയറ്റി ട്രെയിനകത്തേക്ക് കയറ്റാൻ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണുക. ട്രെയിനിൻ്റെ വാതിൽ തുറന്ന് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടെ നിങ്ങളെ വണങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണുക. ട്രെയിനിനകത്തേക്ക് ടിക്കറ്റ് പരിശോധിക്കാൻ വരുന്നതിന് മുമ്പ് ആ ബോഗിയുടെ ഒരറ്റത്ത് നിന്ന് അവിടെ ഇരിക്കുന്ന എല്ലാ യാത്രക്കാരെയും നമസ്കരിച്ച് വണങ്ങിയിട്ട് മാത്രം ടിക്കറ്റ് പരിശോധിച്ച് തുടങ്ങുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ അതിക്രൂരന്മാരായ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കീഴടക്കലുകാരായിരുന്ന ജാപ്പനീസിൽ നിന്ന് ഇത്രയും ആളുകളെ ആദരിക്കുന്ന മനുഷ്യരാക്കി മാറ്റിയെങ്കിൽ അവിടുത്തെ ഒരു പരിശീലനം, അവിടുത്തെ ഒരു സിസ്റ്റവും, അവിടുത്തെ ഒരു ഭരണ സംവിധാനവും അല്ലേ? ആ സംവിധാനം ഇവിടെ ഉണ്ടാവാതെ എത്ര പുതിയ ട്രെയിൻ മേടിച്ചിട്ടാലും ബുള്ളറ്റ് ട്രെയിൻ മേടിച്ചിട്ടാലും ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. സർ, ഇവിടെ ഗംഗാ ക്ലീനിങ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ നിരവധി അമ്പലങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ട്. പക്ഷേ കോടാനുകോടി മനുഷ്യർ യാത്ര ചെയ്യുന്ന ഒരു ഗതാഗത സർവീസാണ് തീവണ്ടി. അത് ഇതുവരെയ്ക്കും അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം, ഇത്രയും മോശമായ ഭക്ഷണം, നിരന്തരമായിട്ടുള്ള കംപ്ലയിൻസ് വന്നുകൊണ്ടിരിക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് ഭരണാധികാരികൾ ഇത്രയും കംപ്ലയിൻസ് വന്നുകൊണ്ടിരിക്കുമ്പോഴും അത് മുഖവിലക്കെടുക്കാത്തത്? ട്രെയിനിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ ഏത് പബ്ലിക് ടോയ്ലറ്റാണ് വൃത്തിയുള്ളത്? ഏത് പൊതു സൗകര്യമാണ് ഇപ്പോഴും വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നുള്ളത്? പല റെയിൽവേ സ്റ്റേഷൻ, ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന സ്മെൽ എന്തിൻ്റെയാണ്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂത്രത്തിൻ്റെ മണമാണ്. ഏത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഗന്ധം മൂത്രത്തിൻ്റേതാണ്. അവിടെ നമ്മുടെ ഭരണാധികാരികൾ അതുവഴി യാത്ര ചെയ്തിട്ടില്ലേ? അവർക്ക് ഈ മണം ഉണ്ടായിട്ടില്ലേ? സ്ഥിര യാത്ര ചെയ്യുന്നവർക്ക് ഇത് മൂത്രത്തിൻ്റെ മണമാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതാവുന്നുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഉത്തരവാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇത് നമ്മളുടെ പൗരബോധം എന്ന് പറയുന്നൊരു കാര്യവും, ഒരു നാടിനെ എങ്ങനെ ആണ് ഭാവിയിലേക്ക്, നമ്മളിവിടെ മിസൈലുകളുടെ കണക്കെടുത്തിട്ടോ നമ്മുടെ മറ്റ് സാമ്പത്തിക ശക്തിയുടെ കണക്കെടുത്തിട്ടോ അല്ല നമ്മൾ ലോകത്തെ മികച്ച നാടായെന്ന് അഭിമാനിക്കേണ്ടത്. ഇത്തരം നിസ്സാര കാര്യങ്ങളിൽ നമ്മൾ എവിടെ എത്തി എന്നുള്ളത് മാത്രമാണ് പ്രധാനം. മൂത്രം മണക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പുരോഗതി പ്രാപിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക. വൃത്തിയുള്ള ഭക്ഷണം യാത്രക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് ഉറപ്പ് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ വികസിച്ച നാടെന്ന് നമുക്ക് പറയാൻ പറ്റുക. അതില്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതുണ്ടാവേണ്ടത് ഭരണാധികാരികൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവരിലേക്ക് യഥാർത്ഥത്തിൽ വേണ്ട ക്വാളിറ്റി എന്ത് എന്ന ബോധ്യമുണ്ടാക്കുന്ന ഒരു പരിശീലനം ഉണ്ടാവണം. പാഠ്യപദ്ധതി പോലും ആ മട്ടിൽ രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതെല്ലാം സമഗ്രം. ഞാൻ പല അഭിമുഖങ്ങളിൽ പല പരിപാടികൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, എസ്തെറ്റിക് സെൻസിനെ കുറിച്ച് പറയും, കലാബോധം, സാംസ്കാരിക ബോധം. ഈ കലാബോധം എന്ന് പറഞ്ഞൊരു സാധനം കുട്ടികളുടെ മനസ്സിൽ തന്നെ വളർത്താൻ കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന, പഠിക്കുന്ന, പ്രവർത്തിക്കുന്ന പരിസരങ്ങളെ കലാബോധത്തോടെ രൂപപ്പെടുത്താൻ അവരാഗ്രഹിക്കും. അവരങ്ങനെയായിരിക്കും പെരുമാറുക. അത് എന്താണെന്ന് പഠിപ്പിക്കാത്ത ഒരു സമൂഹത്തിൽ അവർക്ക് പരിസരം വൃത്തിയാവണമെന്നൊരു നിർബന്ധമില്ല. കാര്യം നടന്നാൽ മതി എന്ന് മാത്രം ചിന്തിക്കും. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മാത്രം മതിയായിരുന്നു. ഇന്ന് ലോകശക്തി എന്ന് അഭിമാനിക്കുമ്പോൾ എങ്ങനെയും കാര്യം നടന്നാൽ പോരാ, ലോക നിലവാരത്തിൽ കാര്യം നടന്നെങ്കിലേ നമ്മളെ ജനം അംഗീകരിക്കും തിരിച്ചറിയണം, ലോകം അംഗീകരിക്കും തിരിച്ചറിയണം. ഇപ്പോഴും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പല രാജ്യങ്ങളിലേക്കും വിദേശ നാടുകളിലേക്ക് ചെല്ലുമ്പോൾ എന്നെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ഒരു ചെറിയ പുച്ഛം ലോകരാജ്യങ്ങൾക്ക് നമ്മളോടുണ്ട്. അതിൻ്റെ കാരണം, ഏക കാരണമെന്ന് ഞാൻ പറയും, നമുക്ക് വൃത്തിയില്ലാത്ത ഒരു ജനസമൂഹമാണെന്നുള്ളൊരു ചിന്ത ലോകത്തിനുണ്ട്. ഇന്ത്യയിലൂടെ ഒരിക്കലെങ്കിലും സഞ്ചരിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം വിദേശികളും ചിന്തിക്കുന്നത് ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ വൃത്തിയില്ലാത്തവരാണെന്നാണ്. നമ്മൾ പൊതുവെ വൃത്തിയുള്ളവരാണ്, പക്ഷേ നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം വൃത്തിഹീനമല്ലേ? നിങ്ങൾ താജ്മഹൽ ഗംഭീരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്, പക്ഷേ താജ്മഹലിലേക്ക് എത്തുന്ന റോഡ് വക്കുകൾ, ആഗ്രയിലെ തെരുവുകൾ, ചേരികൾ ഒക്കെ കാണുന്നുണ്ട് ആളുകൾ. ഏറ്റവും ഗംഭീരമായ സ്ഥലങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അവിടേക്കുള്ള അപ്രോച്ച് റോഡ്, അവിടേക്കുള്ള അതിൻ്റെ പരിസരത്തെ ഗ്രാമങ്ങൾ, തെരുവുകൾ, വഴിയോരങ്ങൾ, പബ്ലിക് ടോയ്ലറ്റുകൾ, ബസ് സ്റ്റേഷനുകൾ, അവിടുത്തെ ടോയ്ലറ്റുകൾ, ഫെസിലിറ്റികൾ
ലോകത്തെ ഏറ്റവും വൃത്തികെട്ടതാണെന്ന് വേണേൽ പറയാം. ഇത് മാറാതെ നമുക്ക് ആദരവ് എവിടുന്ന് കിട്ടാനാണ്? ആണ്, കൃത്യമായിട്ട് തന്നെ സാർ അത് പറഞ്ഞു. സാർ ഇപ്പം ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല വലിയ മാളുകളും, പേരെടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ ലുലു മോൾ സഹിതമുള്ള വലിയ മാളുകളിൽ നമ്മൾ പാർക്കിംഗ് ഫീ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടേണ്ട ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു റൈറ്റ് ടു ഫ്രീഡം അല്ലേ സാർ, നമുക്കൊരു പാർക്കിംഗ് നമ്മുടെ വണ്ടിക്ക് കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാർക്കിങ്ങിനായിട്ട് നമ്മളൊരു മോളിൽ ചെന്നാൽ നമ്മൾ പൈസ കൊടുത്താലേ നമ്മുടെ വണ്ടി ഇടാൻ പോലും പറ്റത്തുള്ളൂ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ സാർ എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്? ഇപ്പം ലുലു മാള് ഞാനാണ് നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുകയില്ല, പകരം ആ പൈസയും കൂടെ ആ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ. സാർ എന്ന് പറയുന്ന ബിസിനസ് മാനോട് നമുക്ക് അല്ല, ഞാൻ പറഞ്ഞത് പറ്റില്ല. യൂസഫ് അലി അത് ചെയ്തില്ല. സത്യസന്ധമായിട്ട് പാർക്ക് ചെയ്യേണ്ടാത്തവർക്ക് വില കുറച്ച് കിട്ടും. അപ്പോൾ കറക്റ്റ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നവന് ആ പാർക്കിംഗ് ഫീസ് പ്രോഡക്റ്റായി ചാർജ് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് വാശി എന്താണ്? ഇയാൾ പാർക്കിംഗ് ഫീ മേടിക്കരുതെന്നേ ഉള്ളൂ. ബുദ്ധിയുള്ള ബിസിനസ്സുകാരൊക്കെ പാർക്കിംഗ് ഫീയും കൂടെ ചേർത്തിട്ടാണ് മറ്റേ പ്രോഡക്റ്റ് വിൽക്കുന്നതെന്നൊന്നും നമ്മൾ ഓർക്കുന്നില്ല. അല്ലേ? ശരിയല്ലേ? കറക്റ്റ്. നിങ്ങളൊരു തിയേറ്ററിൽ പോയി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവർ പാർക്കിംഗ് ഫീസോടെ കൂടി ടിക്കറ്റ് നിരക്കല്ലേ നിങ്ങളുടെ അടുത്ത് മേടിക്കുന്നത്? ആണ് ആണ് അല്ലേ? ഇത് നമുക്ക് എന്താ ഇതിന് ബോധം ഉണ്ടാവുക? യൂസഫ് അലി അതിനെ രണ്ടായിട്ട് ബില്ല് ചെയ്യുന്നു. വണ്ടിയില്ലാത്തവന് കാശ് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാർക്കിംഗ് ഫീ അവന് ചാർജ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ പ്രോഡക്റ്റിലും പാർക്കിംഗ് ഫീ ഒരു വർഷം പാർക്കിംഗ് ഫീ ഇനത്തിൽ എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിനെ ഓരോ പ്രോഡക്റ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിലയിട്ടാൽ പ്രശ്നം തീർന്നില്ലേ? പരാതിയും തീർന്നില്ലേ? ചിലപ്പോൾ 50 പൈസയെ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് കൂടുള്ളൂ. ശരിയല്ലേ? കറക്റ്റ്. ആ 50 പൈസ വെച്ച് കൂടിയാലും കസ്റ്റമേഴ്സ് അറിയുമോ? അത് അവർക്ക് പരാതിയും ഉണ്ടാവില്ല. മറ്റ് സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഹോട്ടൽ നടത്തുമ്പോൾ നിങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി മേടിക്കുന്ന സ്ഥലത്തിൻ്റെ നിരക്കൂടെ കൂട്ടിയതല്ലേ നിങ്ങളുടെ ഹോട്ടൽ മുറിയുടെ വാടക? അല്ലേ? ഈ ബോധം കസ്റ്റമർക്ക് ഉണ്ടായാൽ മതി. ആണ് സാർ. ഇത്രയും നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാറ് പറഞ്ഞു ചൈന ഇപ്പോൾ 2050 മൂവ് ചെയ്യുന്നു. ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം കേട്ടത്, ഇനി എങ്ങോട്ട് പോകണമെന്ന് ഇനി ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇനി ഒരു 50 വർഷം എനിക്ക് പുറകോട്ട് പോകാനായിട്ടൊരു ആഗ്രഹമുണ്ട്. കാരണം പുറകോട്ട് നടന്ന ആ ഒരു നൊസ്റ്റാൾജിയ. അല്ല, പുറകോട്ട് നടക്കുന്ന നൊസ്റ്റാൾജിയ ഉണ്ടല്ല, ചരിത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം മുതൽ പുറകോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമാണ്. ആ ചരിത്രം യഥാർത്ഥത്തിൽ 1940കളിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങളെല്ലാം നമുക്കുണ്ടാവണം, പട്ടിണി അനുഭവിക്കണം എന്നുള്ളതല്ല. നമ്മൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നടക്കുന്ന പോലെ ഇത് കണ്ട് അങ്ങ് പോവുക, ഒരു അരൂപിയായിട്ട്, അശരീരിയായിട്ട് ആ സമൂഹത്തിനിടയ്ക്ക് കൂടെ സന്ദർശിച്ച് അവിടുത്തെ ജീവിതം, അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ സാമൂഹ്യ ജീവിതം, അവിടുത്തെ പ്രശ്നങ്ങൾ, അന്നത്തെ പ്രതിസന്ധികൾ, അതിനെ അവർ അതിജീവിച്ച ജീവിത രീതികൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ 50 കൊല്ലം അല്ല 1000 കൊല്ലോ 2000 കൊല്ലം മുമ്പൊക്കെ ഉള്ള ജീവിതം ഒരു സിനിമ പോലെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ? ആണ്. എന്നാലും നമ്മളിപ്പോൾ കേരളം ഒരു തുടക്കം പോലും ആയിട്ടില്ല, അതിനുള്ളൊരു സീഡ് നമ്മൾ പാകിയിട്ടില്ല എന്ന് സാറ് പറഞ്ഞു. 2050-ലേക്കുള്ളൊരു യാത്രയാണ്. അല്ല, കേരളം എങ്ങും എത്തിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കേരളം അതിൻ്റെ സൗകര്യങ്ങളും സാഹചര്യവും വെച്ച് പല മേഖലയിലും വളരെ മുമ്പിലാണ്. പക്ഷേ 2050-നെ ഫേസ് ചെയ്യാനുള്ള ഒരടിസ്ഥാന ചിന്തകളും നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയായിരിക്കും 2050 കേരളം എന്ന് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാലല്ലേ നമുക്ക് അവിടേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അവിടെ എത്താൻ പറ്റൂ. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. 2050 കൊച്ചി നഗരം എങ്ങനെ ഇരിക്കും നിങ്ങൾക്കറിയുമോ? നമുക്കറിയില്ല. അപ്പോൾ ആരാണിത് ഉണ്ടാക്കേണ്ടത്? നമുക്കൊരു ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാനായിട്ടോ നമുക്കൊന്ന് കാണിച്ചു തന്നുകൂടെ? നമ്മുടെ കൊച്ചി നഗരം 2050 ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഭരണാധികാരികൾക്കൊക്കെ അടുത്ത ഭരണത്തിൽ മാറി മാറി വരുന്നവർക്കെല്ലാം അതിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തിലേക്ക് പോകാം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാം. ഇപ്പം അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതൊക്കെ ഓരോന്ന് ചെയ്യുന്നു. 5 കൊല്ലം കഴിയുമ്പോൾ ആ ചെയ്ത് മണ്ടത്തരമെന്ന് കണ്ടത് ഇടിച്ചു പൊളിക്കുന്നു, വീണ്ടും വേറെന്തോ പണിയുന്നു. മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 2050-നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ നമുക്ക് വേണം. എന്നാലും സാർ തോന്നുന്ന ഏത് രാജ്യത്തിൻ്റെത് അനുകരിക്കുന്നതായിരിക്കും കേരളത്തിന് കുറച്ച് കൂടുതൽ നന്നാകുക എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? കാരണം ഇത്രയും ടൂറിസത്തിൻ്റെ ഡെപ്തിൽ സാർ അതിൻ്റെ എല്ലാ ഇൻറ്റൻസിറ്റിയിലും സാർ കണ്ടിട്ടുണ്ട്, ഓരോ രാജ്യങ്ങളുടെയും ഓരോ ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെയും. കേരളം ഈ രാജ്യത്തിൻ്റെ ഇത് അനുകരിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി നല്ലതായിരിക്കും, നമ്മുടെ പേർപ്പസിന് നല്ലതായിരിക്കും. പല നാടുകളിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം, നേരത്തെ എവിടെയോ പലപ്പോഴും പറഞ്ഞിട്ടുള്ള 1 വർഷം 1.5 വർഷം മുമ്പ് ഞാൻ പോയതാണ് റുവാണ്ട എന്ന് പറഞ്ഞൊരു രാജ്യം. ആ രാജ്യം എങ്ങനെയാണ് വൃത്തി ഒരു നാട്ടിൽ നടപ്പാക്കുന്നത്, ആ രാജ്യം എങ്ങനെയാണ് പൗരന്മാർ 1 മാസം മിനിമം ഇത്ര സമയം എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കാം. അതായത് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ജീവനക്കാരും ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയം അവർക്ക് ഫ്രീയാണ്.
ആ സമയത്ത് ഇവരുടെ എക്സസൈസിൻ്റെ സമയമാണ്. ഓ അവർ ഓടണം, ജോഗിങ് നടത്തണം, എക്സസൈസ് നടത്തണം. അതിനുവേണ്ടിയുള്ള സ്ട്രീറ്റുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പച്ച പെയിൻ്റ് അടിച്ച സ്ട്രീറ്റുകളാണ്. അവിടെ ജനം മുഴുവൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ഓട്ടമാണ്. വേറൊരു ചില ദിവസങ്ങളിൽ ചില സിറ്റികളിൽ രാവിലെ സൺഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഞായറാഴ്ച 11 മണി വരെ കാറുകൾ അനുവദിക്കില്ല. ഒരു വാഹനവും ഓടാൻ പാടില്ല. ആംബുലൻസ് പോലെ എമർജൻസി സർവീസ് ഉള്ളതല്ലാതെ ഒന്നും ഓടാൻ പാടില്ല. മറ്റൊന്ന്, മാസത്തിലൊരു ദിവസം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും സാധാരണ മനുഷ്യരും എല്ലാവരും പുറത്തിറങ്ങി വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കിയിരിക്കണം. മാസത്തിലൊരു ദിവസം നിർബന്ധമായ ക്ലീനിങ് ആ രാജ്യത്ത് എല്ലാവരും അതിൽ ഇതിനുള്ളതാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതല്ലേ? എടുക്കാവുന്നതാണ്. സിംഗപ്പൂരിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. മാലിന്യത്തിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് അവിടെ നിന്ന് പഠിക്കാം, എങ്ങനെ നടപ്പാക്കാമെന്നത് പഠിക്കാം, മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് അവരിൽ നിന്ന് പഠിക്കാം. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ആശയങ്ങൾ കിട്ടാറുണ്ട്. എന്നാലും സർ, ലക്ഷറി ടൂറിസം ഓർ ഇക്കോ ടൂറിസം കേരളത്തിന് മോർ പ്രിഫറബിൾ ആയി സാറിന് തോന്നുന്നത്? ഇത് രണ്ടുമല്ല, അല്ല, ശരിക്കും ഇതെല്ലാം ചേരണം. പക്ഷേ ഒരു റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് വരേണ്ടത്. മീൻസ് നമ്മുടെ പൊതുസമൂഹത്തിനും ടൂറിസത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. കാരണം നമ്മുടെ ഒരു വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ്. ലോകത്തധികം ഇത്തരത്തിലുള്ള സംസ്കാരം, ഇത്തരത്തിലുള്ള ഭക്ഷണ വൈവിധ്യം, ഇത്തരത്തിലുള്ള ജീവിത രീതി, ആയുർവേദം പോലുള്ള ചികിത്സാ രീതികൾ, ചികിത്സയല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് ഗ്രാമത്തിലും ടൂറിസത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, സാധാരണക്കാർക്കും ഗ്രാമീണർക്കും പോലും ടൂറിസത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇതിനെ റീഡിസൈൻ ചെയ്യണം. എന്നാൽ ഏറ്റവും സമ്പന്നരായ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലും ലക്ഷറി ഹോട്ടലുകളിലും താമസിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല. കാരണം കേരള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ദിവസം 10,000 രൂപ സംഭാവന ചെയ്യുന്നവനെ നമ്മൾ വിസ്മരിച്ചിട്ട് 100 രൂപ സംഭാവന ചെയ്യുന്നവനെ മാത്രം സ്വീകരിക്കുള്ളൂ എന്ന് വാശി പിടിക്കേണ്ടതുണ്ടോ? കൂടുതൽ പൈസ തരുന്നവൻ്റെ പൈസ നമ്മൾ മേടിക്കണം. ആണ്. സോ ബീങ് റെസ്പോൺസിബിൾ ടൂറിസം ആണ് ഇന്ന് കേരളം. റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുമ്പോൾ കേരളത്തിലെ സാമാന്യ മനുഷ്യർക്കും ആ ടൂറിസത്തിൻ്റെ പ്രയോജനം കിട്ടും. അവരോട് ഇൻവോൾവ് ആയിട്ടുള്ളതായിരിക്കും ടൂറിസം. അത് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ബുർജ് ഖലീഫ പോലെ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ ഒരു സാധനം കാണാനല്ല കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വരുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ നേച്ചറും ജീവിതവുമാണ്, വ്യത്യസ്തമായൊരു സംസ്കാരമാണ്, ഭക്ഷ്യവൈവിധ്യമാണ്. ഇതിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്ത് എങ്ങനെ ഒരു കാഴ്ചക്കാരന് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമാക്കാമെന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ലാവോ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. അവിടെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല, പക്ഷെ അവിടുത്തെ ഗ്രാമീണ ജീവിതം കാണാൻ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ആ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ലൈഫ്, ആയുർവേദം, ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം കൂടെ ചേർന്ന ചില പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കണം. ഇനി എഗെയിൻ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നാണ്. യെസ്, പേരെന്താണ്? സർ, എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ, ഓക്കെ. അപ്പോൾ ഞാനൊരു AI എഡ്യൂക്കേഷനിൽ ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സ്റ്റുഡൻസ് ആണ് ഭൂരിഭാഗവും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ നിലവിലെ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻസും നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷനും പുതിയ ടെക്നോളജിയും തമ്മിലുള്ള ഒരു നല്ല ഗ്യാപ്പുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ ചൈന, സാർ നേരത്തെ പറഞ്ഞ പോലെ ചൈന 2050 ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ ഗ്യാപ്പ് മാറ്റാനായിട്ട് സാറിൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായമോ, അല്ലെങ്കിൽ സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോൾ AI അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇതാണ് AI എന്ന് പറയുന്ന ടെക്നോളജി. സോ ആ ടെക്നോളജിയും ഇപ്പോഴത്തെ എഡ്യൂക്കേഷനും. അല്ലേ, ടെക്നോളജിയെ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദഗ്ധർ കേരളത്തിൽ തന്നെയുണ്ട്. അവരെ കൂടി ഈ പാഠ്യപദ്ധതി രൂപീകരിക്കുമ്പോൾ ഇൻവോൾവ് ചെയ്യിക്കുകയും അതിന് പറ്റുന്ന രീതിയിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയും വേണം. എഡ്യൂക്കേഷൻ സിസ്റ്റം ആകെ പരിഷ്കരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലേ? മൊബൈൽ ഫോൺ ഇല്ലാതെ ആരും പുറത്തിറങ്ങാറില്ല, വീട്ടിലിരിക്കാറില്ല. മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിനെ പഴയ തലമുറ എങ്ങനെ കണ്ടിരുന്നോ അതേ മട്ടിലാണ് ഇന്നും പാഠ്യപദ്ധതി രൂപീകരിക്കുന്നവർ കാണുന്നത്. ഏതോ ഒരു ഏലിയൻ വസ്തു, അതെന്തോ ഒരു അപരിചിത വസ്തു, അതെന്തോ ആവശ്യമില്ലാത്ത വസ്തു എന്ന മട്ടില്ല. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അത് തരുന്ന ടെക്നോളജി സെൻട്രിക്കാണ്, അതിനെ ചുറ്റിയാണ് നമ്മുടെ ജീവിതം പോകുന്നതെന്ന്, അല്ലേ? നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നത്, പേഴ്സ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പേടിയില്ല, മൊബൈൽ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേടി ഒരിടത്ത് പോകാൻ, ശരിയല്ലേ? ഇന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ മൊബൈൽ ഫോണായി മാറുന്ന ഒരു കാലത്തേക്ക് മാറുക. ദുബായിലൊക്കെ ചെന്നാൽ നിങ്ങൾ പാസ്പോർട്ട് പോലും കാണിച്ചില്ലെങ്കിലും മുഖം കാണിച്ച് ഇറങ്ങിപ്പോകാവുന്ന സ്ഥിതിയിലുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു മൊബൈൽ ഫോണിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഒരു ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, കുറവല്ല. എന്തെങ്കിലും ഒരെണ്ണം മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഹൈസ്കൂൾ വരെയുള്ള പാഠ്യപദ്ധതിയിൽ, ഹയർ സെക്കൻഡറി വരെ ഇല്ല.
എല്ലാ കുട്ടികളുടെയും മനുഷ്യൻ്റെയും ജീവിതത്തിലെ സുപ്രധാന എലമെൻ്റായി ഇത് മാറിയ സ്ഥിതിക്ക് ഇതിനെ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണമെന്നും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെ തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കേണ്ട ഒരു പാഠമെങ്കിലും 12ാം ക്ലാസ് വരെ വേണ്ടതല്ലേ? വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിതി. താങ്ക് യു സാർ. താങ്ക് യു കൃഷ്ണൻ.